നമ്മൾ നോക്കാൻ പോകുന്നത് പേഷ്യൻ്റെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സിന് ഇംബാലൻസ് വരുന്ന സമയത്ത് എന്തൊക്കെ ഈസി ചേഞ്ചസ് കാണാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പൊട്ടാസ്യമാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ. കാൽസ്യം ബോഡിയിൽ കുറഞ്ഞാൽ നമ്മൾ ഹൈപ്പോ കാൽസ്യമീയ എന്ന് പറയും, കൂടിയാൽ ഹൈപ്പർ കാൽസ്യമീയ. ഹൈപ്പർ കാൽസ്യമയിലെ ചേഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഈ ഹൈപ്പർ കാൽസ്യമയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എസ് ടി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഷോർട്ടൻഡ് ആയിരിക്കും. അത് ഷോർട്ടൻഡ് ആകുന്നത് കൊണ്ട് ഈ QT ഇൻ്റർവെല്ലും ഷോർട്ടൻഡ് ആയിട്ട് തോന്നും. നെക്സ്റ്റ് നമുക്ക് ഹൈപ്പോ കാൽസ്യമia നോക്കാം. ഹൈപ്പോ കാൽസ്യമയിൽ ഈ ഹൈപ്പർ കാൽസ്യമയുടെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. എസ് ടി സെഗ്മെൻറ്റ് പ്രൊലോങ്ഡ് ആകും, ഈ QT ഇൻ്റർവെൽ എന്ന് പറയുന്നത് അത് ലോങ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ചേഞ്ചസ്. QT പ്രൊലോങ്ങേഷൻ സിവിയർ ആണെങ്കിൽ വെൻട്രിക്കുലർ അരിത്മിയയുടെ റിസ്ക്കും കൂടാം. സോ ബോഡിയിൽ കാൽസ്യം കുറഞ്ഞാൽ ഹൈപ്പോ കാൽസ്യമീയ, ലോങ് QT. ബോഡിയിൽ കാൽസ്യം കൂടിയാൽ ഹൈപ്പർ കാൽസ്യമീയ, ഷോർട്ട് QT. ഇനി നമുക്ക് മഗ്നീഷ്യം നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ അബ്നോർമാലിറ്റിയും നമ്മുടെ കാർഡിയാക് റിതത്തെ അഫക്റ്റ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഹൈപ്പോ മഗ്നീഷ്യമീയ. അപ്പോൾ ഈ മഗ്നീഷ്യം കുറഞ്ഞാലാണ് നമ്മൾ ഹൈപ്പോ മഗ്നീസീമിയ എന്ന് പറയുന്നത്. മഗ്നീഷ്യം കൂടിയാൽ ഹൈപ്പർ മഗ്നീസീമിയ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഹൈപ്പോ മഗ്നീസീമിയ നോക്കാം. മഗ്നീഷ്യം കുറയുമ്പോൾ ECG QT ഇൻ്റർവൽ പ്രൊലോങ്ങേഷൻ ഉണ്ടാകുന്നത് കൂട്ടത്തിൽ വെൻട്രിക്കുലർ ഇറിറ്റബിലിറ്റി ഉണ്ടാകും. വെൻട്രിക്കുലർ ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്നത് കൊണ്ട് ഈ ടോർസഡസ് ഡി പോയിൻറ്റ്സിൻ്റെ റിസ്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് റിക്കറൻറ്റ് ടോർസഡസ് ഉണ്ടെങ്കിൽ മഗ്നീഷ്യം അബ്നോർമാലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ആയിരിക്കും. ഇനി നമുക്ക് ഹൈപ്പർ മഗ്നീസിയമ നോക്കാം. മൈൽഡ് കേസസിൽ ഒബിവിസായ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സിവിയർ മഗ്നീസിയമയിൽ PR ഇൻ്റർവൽ പ്രൊലോങ്ങേഷനും QRS വൈഡനിങ്ങും ബ്രാഡികാർഡിയ, AV കണ്ടക്ഷൻ അബ്നോർമാലിറ്റീസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹൈപ്പർ കലീമിയയിൽ പീക്ക്ഡ് T വേവ് വന്ന് പഠിച്ചു. ഹൈപ്പോ കലീമിയയിൽ ഫ്ലാറ്റ് Tയും പ്രൊമിനൻ്റ് U വേവും ആണ്. ഹൈപ്പോ കാൽസ്യമയിൽ QT ഇൻ്റർവൽ ലോങ് ആണെന്ന് പഠിച്ചു. പിന്നെ ഹൈപ്പർ കാൽസ്യമയിൽ QT ഇൻ്റർവൽ ഷോർട്ടാണ്. ഹൈപ്പോ മഗ്നീഷ്യമയിൽ QT ഇൻ്റർവൽ ലോങ് ആണ്, പിന്നെ ടോർസഡസ് ഡി പോയിന്റ് കാണാം, അതിൻ്റെ റിസ്ക് കാണാം. ECG റിതംസ് റീഡ് ചെയ്യുന്ന സമയത്ത് റിതംസ് മാത്രം നോക്കാണ്ട് കുഡ് ദിസ് ബി ആൻ ഇലക്ട്രോലൈറ്റ് പ്രോബ്ലം എന്നുകൊണ്ട് ചിന്തിക്കുക.